പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരിയാണ്. കാരണം മാധ്യമങ്ങൾ അല്ല ഞാൻ കേട്ടില്ല. ഒന്നിച്ചുള്ള കലവിലയിലും ഞാൻ കേട്ടില്ല. സത്യമാണ് കേട്ടോ. അപ്പം ഞാൻ കേട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് മെമ്പർ ആയാലും തെറ്റാണ്. മാധ്യമങ്ങൾ നമുക്ക് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ടെന്നുള്ള പൂർണ്ണ തൃപ്തിയോടെയാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ്. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇല്ല, കോൺഗ്രസ് കഴിഞ്ഞ 20-ന് ഫ്രണ്ട് ഓഫീസിൽ നോട്ടീസ് കൊടുത്തതാണ് പ്രമേയം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അതിന് ശേഷമുള്ള ബോർഡ് ഇന്നായിരുന്നു. അതുകൊണ്ട് കൂടിയെന്നേ ഉള്ളൂ. 4 ദിവസം മുൻപാണ് BJP-ക്കാർ നേരിട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ പ്രമേയം തരേണ്ടത് പ്രസിഡന്റിനാണ്. അവർ തന്നിരുന്നു. അപ്പോൾ പ്രസിഡന്റ് അനുവദിക്കുകയാണെങ്കിൽ 7 പൂർണ്ണ ദിവസം ഇല്ലെങ്കിലും പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാമെന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 2 പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് എടുത്തത്. വിഷയം ഒന്നായതുകൊണ്ട് പിന്നെ അനാവശ്യ ചർച്ചകൾ വേണ്ടെന്നുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഈ ഒരു പ്രമേയം വോട്ടിനിടുന്നതിൻ്റെ ഭാഗമായിട്ട് കൈപൊങ്ങിച്ചും കൊണ്ട് അവരുടെ സപ്പോർട്ട് അറിയിച്ചത്. അത് അന്ന് കാണാം. അത് ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടിയും തീരുമാനങ്ങളും നേതൃത്വം പറയുന്നതിനനുസരിച്ചിട്ടാണല്ലോ. അല്ല, അത് 14-ന് കാണാം. 14-ന് മറുപടി പറയാം. അങ്ങനെയല്ല എന്നെ പ്രസ് ക്ലബിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളെ കണ്ടപ്പോൾ എന്ത് പറ്റി, ഇതെന്താ ഇന്ന് എല്ലാവരും ഇവിടെ എന്ന് ഞാൻ പോലും വിചാരിച്ചു പോയി. അപ്പോഴാണ് നിങ്ങൾ ഇന്ന് ഇവിടെ പരിപാടിക്ക് വന്നതായിട്ടും പ്രമേയം ഉള്ളതായിട്ട് അറിഞ്ഞതായിട്ടും അങ്ങോട്ട് നേരിട്ട് വന്നു. നിങ്ങൾക്കൊക്കെ എപ്പോഴും വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വരാം. പക്ഷെ നമ്മൾ പോലും അറിഞ്ഞില്ല. അതാണ് എല്ലാവരും ഒരു മിനിറ്റ് ആരെയും മടക്കി അയക്കുന്നതല്ല. അങ്ങനെയല്ല എല്ലാവരും കൂടി ചോദിക്കല്ലേ. അങ്ങനെയല്ല, നമ്മൾക്ക് ഒരുപാട് അജണ്ടകൾ അന്ന് ചർച്ച ചെയ്യാനുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ആ ചർച്ച വഴിതെറ്റി പോകാതിരിക്കാനും സമയം വേസ്റ്റ് ആവാതിരിക്കാനും ആണ് നമ്മൾ പ്രമേയത്തിന്റെ സമയത്ത് നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞാണല്ലോ. വിളിച്ചു വന്നു. അയ്യോ, അങ്ങനെയില്ല. ഞാൻ അതൊന്നും കേട്ടില്ല. ഞാൻ കേട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരിയാണ്. കാരണം മാധ്യമങ്ങൾ അല്ല ഞാൻ കേട്ടില്ല. ഒന്നിച്ചുള്ള കലവിലയിലും ഞാൻ കേട്ടില്ല. സത്യമാണ് കേട്ടോ. അപ്പം ഞാൻ കേട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് മെമ്പർ ആയാലും തെറ്റാണ്. മാധ്യമങ്ങൾ നമുക്ക് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ടെന്നുള്ള പൂർണ്ണ തൃപ്തിയോടെയാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ്. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ അതൊക്കെ വഴിയേ വരും. അതൊക്കെ നിയമവും കോടതിയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ ആർക്കാണോ പരാതി അതെല്ലാം വഴിക്ക് വരും. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എല്ലാരും ഉണ്ടല്ലോ, എല്ലാം പുറത്തു വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, ഇതിന്റെ പിന്നിലുള്ള ദുരൂഹതകൾ മുഴുവൻ പുറത്തു വരണം എന്നും നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് BJP-യുടെ ആൾക്കാരുണ്ട്, CPM-ന്റെ ആൾക്കാരുണ്ട്, പലരും ഉണ്ട്. ഇതിപ്പോ ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു വ്യക്തിയെ മാത്രം ക്രൂശിക്കുന്നത് ശരിയല്ലല്ലോ. എല്ലാം പുറത്തു വരട്ടെ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.